SIR-ന്റെ സമയപരിധി നീട്ടി എന്നുള്ളതാണ്. SIR സമയപരിധി നീട്ടി 16-ാം തീയതി വരെയാണ് നീട്ടിയത്. കരട് വോട്ടർ പട്ടിക 16-ആണ് ഉണ്ടാവുക. ഈ SIR-ന്റെ സമയപരിധി കർശനമായി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം ചെലുത്തലിൽ BLO-മാരുടെ ഒരു BLO-യുടെ ആത്മഹത്യയും BLO-മാരുടെ ആത്മഹത്യാ ഭീഷണികളും ഒക്കെ നമ്മൾ ഒരുപാട് BLO-മാരുടെ വിലാപങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഈ ദിവസങ്ങൾ കണ്ടതാണ്. SIR-ന്റെ സമയപരിധി 16 വരെ നീട്ടി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉമേഷ് ബാലകൃഷ്ണ വാർത്തയിൽ ഏറ്റവും പുതിയ വിവരങ്ങളും ചേർന്നു. ഉമേഷ്, എന്തായാലും 11 വരെ എന്യൂമറേഷൻ ഫോം നൽകാം അല്ലേ? തീർച്ചയായും 11 വരെ എന്യൂമറേഷൻ ഫോം, 11-ാം തീയതി വരെ എന്യൂമറേഷൻ പീരീഡ്, അതായത് എന്യൂമറേഷൻ ഫോം വിതരണം, ഫോം അത് കളക്ട് ചെയ്യൽ, അതിന്റെ ഡിജിറ്റലൈസേഷൻ എന്നീ പ്രവർത്തനങ്ങൾ 11-ാം തീയതി വരെയാണ് ഇപ്പോൾ സമയം നൽകിയിരിക്കുന്നത്. നേരത്തെ അത് 4-ാം തീയതി വരെയായിരുന്നു. അതായത് ഡിസംബർ 4 വരെ എന്നുള്ളത് 11 വരെ നീട്ടിയത്. കേരളത്തിൽ മാത്രമല്ല, ഈ 12 സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ്. ഈ പുതിയ ഷെഡ്യൂൾ പ്രകാരം തന്നെയായിരിക്കും SIR നടപടികൾ മുന്നോട്ട് പോവുക. എന്തായാലും ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമായിരിക്കില്ല. ഇപ്പോൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 16-ാം തീയതിയാണ്. ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അത് 4-ാം തീയതിയായിരുന്നു ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന അവസാന തീയതി. പക്ഷേ ഇത് 16-ലേക്ക് നീട്ടിയിരിക്കുന്നു. ഈ രീതിയിൽ സമയം അനുവദിച്ചിരിക്കുന്നു. നേരത്തെ സമയം അനുവദിക്കാതെ BLO-മാർക്ക് അടക്കം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഒരു മരണം വരെ, കണ്ണൂരിൽ അനീഷ് ജോർജിന്റെ മരണം വരെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഓരോ ഉദ്യോഗസ്ഥരും തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിരന്തരമായി ഈ മറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്നതിൽ അവർക്ക് പരിമിതിയുണ്ട്. സർക്കാർ ജീവനക്കാരാണ്. പക്ഷേ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഓരോ വീടുകളിലും രാത്രി 10 മണിക്കും 11 മണിക്കും എത്തി എന്യൂമറേഷൻ ഫോം കളക്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, പോയി എത്തുമ്പോൾ ആ വീട്ടുകാർ തിരിച്ചു നൽകുന്ന പ്രതികരണങ്ങൾ, ഇവയെല്ലാം വളരെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരമായി ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ സമയപരിധി നീട്ടണം. പ്രത്യേകിച്ച് കേരളത്തിന് പ്രത്യേക സാഹചര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജീവനക്കാരെല്ലാവരും അവരുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളിൽ തിരക്കിലായിരുന്നു. കേരളത്തിന് പ്രത്യേക സാഹചര്യം പരിഗണിച്ചെങ്കിലും കേരളത്തിൽ സമയം നീട്ടണം, മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. സർക്കാർ കോടതിയിലും പോയിരുന്നു. എന്നിട്ടും ഇതിൽ ഒരു തീരുമാനവും ഉണ്ടാകാതെ ജീവനക്കാർക്ക് മേൽ അമിത സമ്മർദ്ദം ചെലുത്തി ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്ന രീതിയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകട്ടെ ഇലക്ഷൻ കമ്മീഷനാകട്ടെ സ്വീകരിച്ചു പോകുന്നത്. ഓരോ ജില്ലയിലും ജില്ലാ കളക്ടർമാർ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദങ്ങൾ അത് നൽകി പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിലിപ്പോൾ അവസാനമായി എന്തായാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. സമയപരിധി നീട്ടിയിരിക്കുന്നു. എന്തായാലും ആദ്യ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ട സമയം അത് 16-ാം തീയതിയിലേക്ക്, ഡിസംബർ മാസം 16-ാം തീയതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഡിസംബർ 16-ന് ആദ്യം ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യണം. അതിനുശേഷം എന്തെങ്കിലും ഒബ്ജക്ഷനോ മറ്റ് പരാതികളോ ഉണ്ടെങ്കിൽ അതിന് 1 മാസം സമയം നൽകിയിരിക്കുന്നു. ജനുവരി 15 വരെ, അതായത് ഡിസംബർ 16 ഡ്രാഫ്റ്റ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ജനുവരി 15 വരെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കാം, പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം. അതിനുശേഷം വീണ്ടും 1 മാസം, അതായത് വീണ്ടും ഫെബ്രുവരി 7 വരെ അടുത്ത് വീണ്ടും ഈ ഒബ്ജക്ഷനും മറ്റ് പ്രപ്പോസലുകളും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സമയങ്ങൾക്കും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാനും വീണ്ടും ഫെബ്രുവരി. അല്ലെങ്കിൽ തന്നെ ഡിസംബർ 4 വരെ ഇനി അധിക ദിവസങ്ങളില്ലല്ലോ. ഇപ്പോൾ തന്നെ എന്യൂമറേഷൻ തിരിച്ചു കിട്ടിയത് 85% മാത്രമാണെന്നും 15% തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും ഈ ബാക്കി 5 ദിവസത്തിനുള്ളിൽ ബാക്കി ഫോം തിരിച്ചു വാങ്ങിയ ഡീറ്റെയിൽസ് ചെയ്യുന്നതൊക്കെ അത് പ്രാക്ടിക്കലി അല്ല എന്നെല്ലാവരും ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ ഇതല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല, അങ്ങനെ കൂടി ഉണ്ടോ? ഇതിന് പ്രായോഗികമായി ഇത് പൂർണ്ണമായി ഈ സമയപരിധിക്കുള്ളിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് അത് ജില്ലാ കളക്ടർമാരും അനൗദ്യോഗികമായി പറയുന്നുണ്ട്. ജില്ലാ കളക്ടർമാർക്ക് അത് ബോധ്യമുള്ളതാണ്. ഇത്തരത്തിൽ പൂർണ്ണ തോതിൽ ഈ കാര്യങ്ങൾ ഈ സമയപരിധിക്കുള്ളിൽ, അതായത് ഈ പറഞ്ഞതുപോലെ സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നൊരു തോന്നൽ കൃത്യമായി അവർക്കുണ്ടായിരുന്നു. എന്തായാലും അത് പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമാണ്, ഭരണഘടനാപരമായ ഉത്തരവാദിത്തം. ഇലക്ഷൻ കമ്മീഷൻ ഇത്തരമൊരു നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അവർ BLO-മാരെ അവരുടെ ചുമതലയായി എടുത്തു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട ചുമതല നൽകി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൂർണ്ണമായ നിർദ്ദേശങ്ങളും പൂർണ്ണമായ അവരുടെ തീരുമാനങ്ങളും എല്ലാം സ്വീകരിക്കേണ്ടത് അത് പൂർണ്ണമായി ഭരണഘടനാ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അതിൽ മറ്റൊരു രീതിയിലുമുള്ള ഒരു മാറ്റിവെപ്പോ അല്ലെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനോ മറ്റോ ഇടപെടാൻ പോലും കഴിയില്ല. അതാണ് രാജ്യത്തിന്റെ തന്നെ ഭരണഘടനാ രീതി. അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊരു ഇടപെടൽ ഉണ്ടാകില്ല. ഈ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം നിരന്തരമായി അവർ പറയുന്നുണ്ടെങ്കിലും അതിനൊരു പരിഹാരം കാണാൻ നിലവിലെ നിയമപ്രകാരം, രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരം കഴിയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഈ സമയപരിധിക്കുള്ളിൽ SIR നടപ്പാക്കി മുന്നോട്ട് നടക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. അത് കാര്യം ഇത് വലിയ ഒരു ഹിമാലയൻ പ്രോസസ്സാണ്. ഹിമാലയൻ പ്രോസസ്സ്
എടുകൊടുക്കെ ചോറും കറിയും എന്ന് പറയുന്ന മട്ടിൽ ഇത്ര ദിവസം തീർത്തു കൊള്ളണം എന്ന അന്ത്യശാസനം നോക്കിയിട്ടാൽ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ അതിലും വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അതപ്പോൾ അങ്ങനെ 4 എന്നുള്ളത് 16 ഒരു നീട്ടുകയാണ്. 16 വരെ മതിയാകുമോ എന്ന ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.